സി പി ഐക്ക് സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് മൗലികമായി ഈ ഗവർണർ പദവി തന്നെ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നാണ് സി പി ഐയുടെ ബേസിക് സ്റ്റാൻഡ്. ആ പദവി നാൾക്കുനാൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഗവർണർമാരെ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുമ്പോൾ സി പി ഐ സ്റ്റാൻഡ് പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഗവർണർ പദവി ഒരു ഭരണഘടനാ പദവിയാണ്. ആ പദവി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചവിട്ടുപടിയല്ല, അതിൻ്റെ മാധ്യമവുമല്ല. പക്ഷെ കൂടുതലായിട്ട് പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് വേണ്ടി രാഷ്ട്രീയ ചട്ടുകമായി മാറാൻ ആവേശം കാണിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഭരണഘടനാ മൂല്യങ്ങളെ തള്ളിപ്പറയലാണ്. ഗവർണർമാർ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്നില്ല. ഗവർണർ പദവിയെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉപകരണമാക്കി മാറ്റാനും രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റാനും നീക്കമുണ്ടായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയും അത് തെറ്റാണെന്ന് പറയും. ആ തെറ്റ് നാം വീണ്ടും കാണുകയാണ്. ഭാരതമാതാവിൻ്റെ മുഖച്ഛായ ഏതാ? ആ ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഭാരതമാതാവിനെ. ആ ഭാരതമാതാവിൻ്റെ മുഖച്ഛായ ഏതാണ്? ഗവർണർ പറയുന്നു RSS വരച്ചു വെച്ച അതേ മുഖച്ഛായയാണ് ഇന്ത്യയുടെ ഭാരതമാതാവിൻ്റെ മാറ്റിക്കൂടാത്ത മുഖച്ഛായ. ആ നിലപാട് CPI അംഗീകരിക്കുന്നില്ല. RSS ശാഖയിൽ ഉപയോഗിക്കാം, അവർക്കത് വാഴ്ത്തുകയും ചെയ്യാം. പക്ഷെ അതല്ല മുഖച്ഛായ. RSSൻ്റെ നിശ്ചയപ്രകാരമുള്ള മുഖച്ഛായ വേണം ഭാരതമാതാവിന്. ആ ഭാരതമാതാവ് പിടിക്കേണ്ട കൊടി RSSൻ്റെ കൊടിയാണ്. ആ ഭാരതമാതാവ് ഇരിക്കേണ്ട സിംഹാസനം സിംഹപ്പുറമാണ്. അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കറിയാൻ വയ്യാത്ത, ഇന്ത്യയുടേതല്ലാത്ത ഒരു ഭൂപടം വേണം. ഇത്തരം വാദങ്ങളൊന്നും ഈ രാജ്യം അംഗീകരിക്കുന്നില്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജനങ്ങളും എന്താണ് ഇന്ത്യയുടെ ഭൂപടമെന്ന്. ആ ഭൂപടമാണോ ഗവർണർ ചൂണ്ടിക്കാണിച്ച ഭൂപടം? ഇന്ത്യയുടെ രാഷ്ട്രപതാക എന്താണ്? ദേശീയ പതാകയല്ലേ? അതാണോ അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിച്ച പതാക? ആ പതാക നമുക്കറിയാം. RSSൻ്റെ ശാഖായോഗം മുതൽ എല്ലാ സ്ഥലങ്ങളിലും RSS കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന പതാകയാണത്. ആ പതാക പിടിച്ചുകൊണ്ടേ ഭാരതമാതാവ് ഇരിക്കാവൂ എന്ന് പറയുന്ന ഈ വാദഗതിയെ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന RSSൻ്റെ കൊടി പിടിച്ചുകൊണ്ട് RSSൻ്റെ ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ RSSൻ്റെ മുഖച്ഛായമായിട്ടിരിക്കുന്ന ഒരു സോക്കോൾഡ് ഭാരതമാതാവിന്, അതല്ല ഭാരതമാതാവ്, അത് RSSൻ്റെ ഭാരതമാതാവാണ്. ആ ഭാരതമാതാവിൻ്റെ മുമ്പിൽ പൂക്കളർപ്പിച്ചുകൊണ്ട് സർക്കാർ ചടങ്ങ് ആരംഭിക്കുമെന്ന് പറയുന്ന ആ നിർബന്ധ ബുദ്ധിയോ പിടിവാശിയോ അത് മാറിയേ തീരും. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിന് ആ ചടങ്ങിൻ്റെ വേദിയെ മാറ്റേണ്ടി വന്നത്. ആ നിലപാട് പൂർണ്ണമായും ശരിയാണ്. മതേതര ഭാരതത്തിൻ്റെ ഭരണഘടനാ പ്രമാണങ്ങളെ മാനിക്കുന്ന ഇന്ത്യയുടെ ഗവൺമെൻറ്റിന് ബാധകമായ ഒരു കാര്യമേ പറയാവൂ. ഏത് ഗവർണറും, നമ്മുടെ ഗവർണർ ബേസിക്കായ പാഠം മറന്നുപോയി. ഞാൻ ആദരവോടെ പറയുകയാണ് ഗവർണറോട്. അവർക്ക് ആ പേര് ഇഷ്ടമല്ലായിരിക്കാം, നെഹ്റുവിൻ്റെ പേര്. ആ പേര് ഇന്ത്യക്ക് ഇഷ്ടമാണ്. ആ നെഹ്റു പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട് ആരാണ് എന്താണ് ഭാരതമാതാവെന്ന്. അദ്ദേഹം ചോദിച്ചു, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ നാം ആർക്കാണ് ജയ് വിളിക്കുന്നത്? നെഹ്റു പറഞ്ഞു, എല്ലാ ഇന്ത്യക്കാർക്കും ജയ് വിളിക്കുകയാണ്. ഇവിടുത്തെ കോടാനുകൂടി മനുഷ്യർക്ക്, പാവങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അടക്കം എല്ലാ ഇന്ത്യക്കാർക്കും ജയ് വിളിക്കുകയാണ്. അതുമാത്രമല്ല, ഭാരത് മാതാക്ക് ജയ് വിളിക്കുമ്പോൾ നാം ഇന്ത്യയിലെ എല്ലാ പ്രകൃതിക്കും,
എല്ലാ പുഴകൾക്കും, എല്ലാ മലകൾക്കും, എല്ലാ കാടുകൾക്കും, എല്ലാ കടലുകൾക്കും, എല്ലാ വയലുകൾക്കും, എല്ലാ ഭൂപ്രദേശങ്ങൾക്കും ജൈവെടുക്കുന്നെന്ന് പറഞ്ഞ ഉദാത്ത ഗംഭീരമായ ആ നിർവചനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർക്കുന്നു. ആ നിർവചനം വായിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബഹുമാനപ്പെട്ട ഗവർണറോട് അഭ്യർത്ഥിക്കുന്നു. അത് വായിച്ചാൽ വ്യക്തത വരും. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടക്കം നടക്കേണ്ട ഹാളിൽ നിന്ന് ആ ചിത്രം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഗവർണർ ഇപ്പോൾ പറയുന്നത്. അത് ആ കടുംപിടുത്തം, പിടിവാശി അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ്. വലുത് ഭരണഘടനയാണോ അതോ RSS ആണോ എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കണം. ഭരണഘടനയാണെങ്കിൽ ആ വാദഗതി തെറ്റാണ്. മുഖ്യമന്ത്രി നേരിട്ട് പോയി അതിർത്തി അറിയിക്കേണ്ടതുണ്ട്. അതെല്ലാം ചർച്ചാ വിഷയമാക്കേണ്ടത് ഇങ്ങനെയല്ല. ഓക്കെ.